കാര്യം ബാഗിൽ കുത്തി നിറച്ച് കൊണ്ടുപോകണമെന്നില്ല. ഡയപ്പർ ബാഗിൽ. ഹലോ മോമീസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. ശരിക്കും നമുക്കൊരു ഡയപ്പർ ബാഗിന്റെ ആവശ്യമുണ്ടോ? നോർമൽ ബാഗിനെ ഡയപ്പർ ബാഗ് ആക്കിയാൽ മതിയോ? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇത് നോർമൽ ബാഗാണ്. ഇതിനെ ഞാൻ ഒരു ഡയപ്പർ ബാഗായിട്ട് മാറ്റി. ശരിക്കും നമുക്കൊരു ഡയപ്പർ ബാഗിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഓൺലൈനിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡയപ്പർ ബാഗ് ഉണ്ടല്ലേ, എല്ലാത്തിൻ്റെ റേറ്റും 1000ഉം 2000ഉം അതിൻ്റെ മേലെയാണ്. നമുക്ക് അത്രയും റേറ്റ് ഉള്ളൊരു ബാഗിന്റെ ആവശ്യമുണ്ടോ? നോർമൽ ബാഗ് നമ്മളുടെ പേർപ്പസ് സെർവ് ചെയ്യില്ലേ? ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. എനിക്ക് ഈ ഒരു നോർമൽ ബാഗ് എൻ്റെ പേർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു നോർമൽ ബാഗിനെ ഡയപ്പർ ബാഗായിട്ട് മാറ്റി. അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ബാഗിനുള്ളത്. ജീനിയുടെ ബ്രാൻഡാണ്. ഞാനിപ്പോൾ 7 months യൂസ് ചെയ്യുന്നു. ഇപ്പോഴും നല്ല രീതിക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു 1 to 2 years വരെ ഇത് ഓടും. ഞാൻ ഓൺലൈനാണ് ഈ ബാഗ് വാങ്ങിയത്, ഫ്ലിപ്കാർട്ടിനാണ് വാങ്ങിയത്. ഓഫർ സമയത്ത് ഒരു 350-400 ആ റേഞ്ചിലായിട്ടുള്ളൂ എനിക്ക് ബാഗ്. ഈ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ 3 compartments ആണ് ഉള്ളത്. ഒന്ന് വലിയൊരു കമ്പാർട്ട്മെന്റും പിന്നെ താഴെ ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റും സൈഡിൽ വാട്ടർ ബോട്ടിൽ വെക്കാനൊരു പൗച്ചും. ഈ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള പൗച്ചിൽ ഞാനൊരു ഫ്ലാസ്ക് ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങളൊരു സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ബേബിയുടെ അമ്മയാണെങ്കിൽ എന്തായാലും ഒരു ഫ്ലാസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ മക്കൾക്ക് കുറുക്ക് കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളമായിട്ട് യൂസ് ചെയ്യാമല്ലോ. എന്തായാലും ഒരു 3 to 4 hours ഇതിൽ ചൂട് നിൽക്കൂട്ടോ. അതാണ് ഈ ചെറിയ കമ്പാർട്ട്മെന്റിൽ എനിക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്തത് ഒരു ഫീഡിംഗ് ബോട്ടിലാണ്. ഞാനിപ്പോൾ ഒരു വെള്ളമാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കോ ബ്രസ്റ്റ് മിൽക്കോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വാഷ് ക്ലോത്ത് അല്ലെങ്കിൽ ഫേസ് ടവൽ. ഇത് കുട്ടികളുടെ ഫേസ് തുടയ്ക്കാൻ അല്ലെങ്കിൽ ചുണ്ട് തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇത് എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു 2 to 3 pairs വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാനൊരു ടീത്തേഴ്സ്, എൻ്റെ ബേബിക്ക് ടീത്തിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനിപ്പോൾ ടീത്തേഴ്സ് കൊടുക്കാറുണ്ട്. പിന്നെ 2 ടോയ്സ് വെച്ചിട്ടുണ്ട്. ഇത് അവൻ്റെ ഫേവറേറ്റ് ടോയ് ആണ്. ഇതൊരു ന്യൂ ടോയ് ആണ്. ഒരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടോയ് കയ്യിൽ പിടിക്കും. അതൊരു ന്യൂ ടോയ് ആയിരിക്കണം. സോ നിങ്ങളത് കളിക്കാൻ കൊടുക്കുമ്പോൾ അവർ കുറച്ച് നേരം വന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും, അവരതിൽ എൻഗേജ്ഡ് ആവും. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ചെറിയ കമ്പാർട്ട്മെന്റിൽ. പിന്നെ ഈ വലിയ കമ്പാർട്ട്മെന്റിൽ ഈ ബാഗിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കാൻ പറ്റും, കുറേ സാധനങ്ങളിൽ ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കുറേ കാര്യം ബാഗിൽ കുത്തി നിറച്ച് കൊണ്ടുപോകണമെന്നില്ല. ഡയപ്പർ ബാഗിൽ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. എപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റ് വെക്കുക, എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു സോർട്ടഡ് ആയിരിക്കും. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കുത്തി നിറച്ച് ബാഗും നല്ല ഹെവി ആയിരിക്കും. നിങ്ങൾക്ക് കുട്ടീനെ ക്യാരി ചെയ്യണം, ബാഗും ക്യാരി ചെയ്യണം, നല്ല ബുദ്ധിമുട്ടാവും. ഓക്കെ, ഈ കമ്പാർട്ട്മെന്റിൽ എന്താണുള്ളത് നോക്കാം. ഫസ്റ്റ് ഒരു സ്വാഡിലാണ്. നിങ്ങളൊരു ന്യൂ ബോൺ അമ്മയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഞാനിപ്പോൾ അതൊരു പബ്ലിക്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ടവലായിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു മെഡിസിൻസിന്റെ പൗച്ചാണ്. ഞാൻ അവൻ്റെ എല്ലാ മെഡിസിനും, എൻ്റെ മോൻ്റെ എല്ലാം, കോളിക്കേഡ്, വിറ്റമിൻ D3 എല്ലാം, റാഷ് ക്രീംസ് എല്ലാം ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പൗച്ചിൽ നിങ്ങൾ എല്ലാ മെഡിസിൻസ് വെക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എടുക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ അവിടെ ഇവിടെ വെച്ച് സ്കാറ്റേർഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര മെസ്സുമായിരിക്കും, എടുക്കാൻ ഭയങ്കര പാടുമായിരിക്കും. സോ ഇതിൽ അവൻ്റെ മെഡിസിൻസ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വെറ്റ് വൈപ്സ്. ഇത് നിങ്ങൾക്ക് അറിയാലോ എന്തിനാണ് നമ്മൾ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഡ്രസ്സ്. ഞാൻ 2 സെറ്റ് ഓഫ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എനിക്കത് മതി. ബാക്കിയുള്ള ഡ്രസ്സസ് എവിടേക്കെങ്കിലും ലോങ് ട്രാവലൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഡ്രസ്സസിൻ്റെ കൂടെയാണ് അവരുടെ ഡ്രസ്സസ് വെക്കുക. ഇതിപ്പോൾ ജസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് 2 ഡ്രസ്സസ് എടുത്തിരിക്കുന്നത്. ഞാനിങ്ങനെ സിപ്പ് ലോക്ക് കവറിൽ വെച്ചിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ ഡയപ്പർ ബാഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഞാൻ അത് വിട്ടുപോയി. അതാണ് നമ്മുടെ ഡയപ്പേഴ്സ് ഒരു 3 to 4 കൈ വെക്കുന്നത് നല്ലതാട്ടോ. പിന്നെയാണ് ഈ സാധനം, നമ്മുടെ ഡ്രൈ ഷീറ്റ്. ഇത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നിങ്ങൾ ഡയപ്പർ മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ബേബീനെ ഇതിന് മേലെ വെച്ചിട്ട് മാറ്റാമല്ലോ. അപ്പോൾ
യൂറിൻ ഒന്നും പുറത്താവില്ല. ഞാൻ എൻ്റെ വലിയ ലാർജ് ഡ്രൈ ഷീറ്റിനെ ഇത്രയും പീസിൽ കട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ ബേബിയുടെ ലോവർ ബോഡി മാത്രമേ ഇവിടെ വെക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ബിബാണ്. ഫീഡ് ചെയ്യണ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അമ്മമാർക്കാണെങ്കിൽ ബിബ് കെട്ടി കൊടുത്ത് നമുക്ക് ഫുഡ് ഫീഡ് ചെയ്യാം. പിന്നെ ഇതൊരു ബോക്സ് ആണ് സ്നാക്സ്. ഞാൻ അവന് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഈ ഒരു ബോക്സ് എടുക്കും. ഞാൻ ഇതിൽ വേറെ കാര്യം എടുക്കാൻ മറന്നുപോയി, ഞാൻ ഇവിടെ പിക്ചർ ഷെയർ ചെയ്യാം. ഇതൊരു കണ്ടെയ്നർ ആണ്. 3 കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഡിഫറെന്റ് ഫുഡ്സ് അല്ലെങ്കിൽ രാഗി പൊടി അല്ലെങ്കിൽ സെർലാക്ക് പൊടി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങളൊരു ബൗൾ എടുത്തു കഴിഞ്ഞാൽ ഈ പൊടി നിങ്ങളുടെ ഈ ഫ്ലാസ്കിലുള്ള ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ബേബിക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തതാണ് പ്ലാസ്റ്റിക് കവേഴ്സ്. ഇത് 2-3 കൈവയ്ക്കണം നല്ല കേട്ടോ, കാരണം ഡൈപ്പേഴ്സ് യൂസ് ചെയ്ത ഡൈപ്പേഴ്സ് ഇതിൽ ആക്കിയിട്ട് കെട്ടിവെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ട് ഒരു കവറും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ യൂസ്ഡ് ക്ലോത്ത്സ് നമുക്ക് ഇതിലിടാം. ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാതെ 2 സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് കവറിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതൊക്കെ ഓൺലൈനാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു പേഴ്സ് ആണ്. ഇതും എൻ്റെ ഫോണും ഞാൻ ഇതിൽ വെക്കും. ഞാൻ എക്സ്ട്രാ ബാഗ് ഇങ്ങനെ ക്യാരി ചെയ്യാറില്ല ഞാൻ ഈ ബാഗ് എടുക്കുമ്പോൾ. അതൊക്കെയാണ് എൻ്റെ ഡയപ്പർ ബാഗിൽ ഞാൻ എടുക്കുന്ന സാധനം. വെറുതെ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കുത്തി നിറച്ച് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടോ. നമ്മൾ ഓൺലൈനിലായാലും യൂട്യൂബിലായാലും കുറേ പേര് ഡയപ്പർ ബാഗിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഇത്രയും മറ്റേ സാധനങ്ങൾ എടുക്കണം, ആ സാധനങ്ങൾ എടുക്കണം. അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്ക്. ഇത്രയും ഒരു ഹെവി ലോഡ് നമുക്ക് ബേബിനെ എടുത്ത് നടക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇത്രയും ഒരു ഹെവി ലോഡ് ബാക്കിൽ വെച്ച് നടക്കുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ലേ? അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ബാഗിലാക്കുക. അത് എപ്പോഴും ഒരു ചെക്ക് ലിസ്റ്റ് വെക്കുക, എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അനലിറ്റിക്സ് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ വീഡിയോസ് കാണുന്നത്. എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അത് എനിക്കും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനും ഒരു മോട്ടിവേഷനാണ്. സോ അണ്ടിൽ ദെൻ, ബൈ.